ADHD ബിഹേവിയറും അതുപോലെ തന്നെ ഒരു വികൃതി കുട്ടിയുടെ ബിഹേവിയറും തമ്മിലുള്ള കീ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പം ഒരു വികൃതിയായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര സമയം വേണമെങ്കിലും നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനൊക്കെ പറ്റും. പക്ഷേ ഒരു ADHD ഉള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും അവർക്ക് അറ്റൻഷനും കോൺസെൻട്രേഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ കുറച്ച് സമയത്തേക്ക് അവർക്ക് പറ്റുള്ളൂ. പിന്നെ ഒരു വികൃതി കുട്ടീനെ നമുക്ക് ചിലപ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് വാ അവിടെ വന്നിരിക്കുക അല്ലെങ്കിൽ ഓടി നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുകയും അവരത് ഉടനെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഒരു ADHD ഉള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനെ പറഞ്ഞാലും ഒരു പക്ഷേ ആ സമയത്ത് അവരവിടെ അടങ്ങിയിരുന്നാലും അവർക്ക് അധിക സമയം അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു വികൃതി കുട്ടിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് കുട്ടിയുടെ മൂഡ് അനുസരിച്ചിരിക്കും. കുട്ടി നല്ല മൂഡാണ്, നല്ല ഹാപ്പിയാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ആ ഇഷ്ടപ്പെട്ട ഒരു എൻവയറമെൻ്റ് ആണെന്നൊക്കെ വരുമ്പോൾ ആളുടെ ആ വികൃതിയൊക്കെ കുറഞ്ഞ് ആൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് നമ്മളും കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ബിഹേവിയറിനെ മാറ്റിയെടുക്കാൻ കുട്ടിക്ക് പറ്റും. പക്ഷേ ADHD ഉള്ള കുട്ടിയാണെങ്കിൽ മൂഡ് അനുസരിച്ചിട്ടല്ല അത് വരുന്നത്, എല്ലായ്പ്പോഴും അത് കുട്ടിയുടെ കൺട്രോളിൽ ആയിരിക്കില്ല. പിന്നെ ഒരു വികൃതി കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് ഇപ്പോൾ നമ്മളൊരു ടേൺ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു, ഓരോരുത്തരായിട്ട് നമ്മളൊരു സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്വന്തം ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ആ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ADHD ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കുട്ടിയുടെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമ ഉണ്ടാവില്ല. അതുപോലെ നെക്സ്റ്റ് ഒരു ബിഹേവിയർ ഇഷ്യൂ എന്ന് പറയുന്നത് സാധനങ്ങൾ മറന്നു വെച്ച് പോവുക എന്നുള്ളതാണ്. അത് ഒരു നോർമൽ വികൃതി കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടി എന്തോ ഒരു കാര്യത്തിൽ ബിസി ആയപ്പോൾ കുട്ടിയുടെ ശ്രദ്ധ മറ്റത്തിലേക്ക് മാറിപ്പോയപ്പോൾ മാത്രമായിരിക്കും കുട്ടി ഒരു സാധനം മറന്നു വെച്ച് പോകുന്നതും അല്ലെങ്കിൽ സാധനങ്ങൾ കളഞ്ഞു പോകുന്നതും സ്കൂളിൽ. പക്ഷെ ഒരു ADHD ഉള്ള കുട്ടീനെ സംബന്ധിച്ചിട്ട് സ്ഥിരമായിട്ട് ബുക്ക് മറന്നു വെക്കുക, പെൻസിൽ മറന്നു വെക്കുക, ടിഫിൻ ബോക്സ് മറന്നു വെക്കുക, വാട്ടർ ബോട്ടിൽ മറന്നു വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ ഇപ്പം നോർമൽ വികൃതിയായിട്ട് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ സ്കൂളിൽ അത്ര വികൃതി കാണിക്കണമെന്നില്ല. ചിലപ്പം ടീച്ചേഴ്സ് ഒരു വികൃതി കുട്ടിയെ സ്കൂളിലാണെങ്കിൽ വികൃതിയൊക്കെ കളിക്കും, പക്ഷെ സ്ഥിരമായിട്ട് ടീച്ചേഴ്സിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടുക എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഒരു ADHD ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് സ്കൂളിൽ നിന്ന് കംപ്ലയിൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും.